ബി ജെ പി പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കും. മോഡിയുടെ പ്രതിച്ഛായ ഉത്തരോത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മൻമോഹൻ സിംഗിനെ പോലെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയല്ല, അല്ലെങ്കിൽ നരസിംഹറാവുവിനെ പോലെ, ദേവഗൗഡയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിയല്ല. ഇന്ദിരാഗാന്ധിയെപ്പോലെ കഴിവുള്ള, ശക്തി ഏത് സമയത്ത് വേണമെങ്കിൽ തെളിയിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട്. നരേന്ദ്രമോദി നല്ല പവൻ മാറ്റ് RSSകാരനാണ്. RSSകാർക്ക് നിഷേധിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അല്ല, കേരളത്തിലടക്കം നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് വിത്ത് അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമന്ത്രിയായി തുടർച്ചയായി 12 വർഷം പിന്നിട്ടിരിക്കുന്നു നരേന്ദ്രമോദി. കരുത്തോടെ മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, മറുവശത്തേക്ക് നോക്കുമ്പോൾ, അതായത് പ്രതിപക്ഷത്തേക്ക് നോക്കുമ്പോൾ തകർച്ചയാണ്, അല്ലെങ്കിൽ ശിഥിലമാകുന്ന പ്രതിപക്ഷ ഐക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശോധിക്കാം ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ. നമ്മോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. മോദി എന്ന പ്രധാനമന്ത്രി അധികാരമേൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇമേജ് അല്ല പിന്നീട് അദ്ദേഹത്തിനുള്ളത്. അത് അന്താരാഷ്ട്ര വേദികളിലാണെങ്കിലും മറ്റ് രാജ്യങ്ങൾക്കിടയിലാണെങ്കിലും രാജ്യത്തിനുള്ളിലാണെങ്കിൽ തന്നെയും 12 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു വലിയ പരിധി വരെ സാമ്പത്തിക പുരോഗതി അതിൻ്റെ ഫലമായിട്ടുണ്ടായി. കാരണം ഈ സ്ഥിരതയുള്ള ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുള്ളൂ. മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ, കൂടുതൽ ഉദാരവൽക്കരണത്തിൻ്റെ നയങ്ങൾ, കൂടുതൽ ഉത്തരവാദിത്തബോധത്തോടെ, അല്ലെങ്കിൽ കൂടുതൽ ശാഠ്യ സ്വഭാവത്തോടെ വ്യവസായികൾക്ക് താല്പര്യം ഉള്ള രീതിയിൽ, പുതിയ സാമ്പത്തിക ശക്തികൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അത് കൂടുതൽ തീവ്രമായിട്ട്, ഊർജിതമായിട്ട് നടപ്പാക്കാനായിട്ട് മോഡി സർക്കാരിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ വികസനത്തിൻ്റെ നേട്ടങ്ങൾ ഒരു പരിധിവരെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് ഉണ്ടായിരുന്ന പോലെ തീവ്രമായ വർഗീയ കലാപങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ഒന്നും അങ്ങനെ നടക്കുന്നില്ല. ഇപ്പോൾ സമീപകാലത്ത് ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം, അത് താരതമ്യേന മുമ്പുണ്ടായതൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ലഘുവായ സ്ഫോടനമാണ്. പണ്ട് ഒറ്റപ്പൊട്ടിന് 60, 70, 80, 90, 100 പേര് മരിക്കുന്ന സ്ഫോടനമാണ്. ഇപ്പോൾ അത്രയില്ല. തീവ്രവാദികളെയൊക്കെ ഒരു വലിയ പരിധിവരെ അമർച്ച ചെയ്യാൻ സാധിച്ചു. ഇതുപോലുള്ള നിയമങ്ങൾ വളരെ കർക്കശമാക്കി. അങ്ങനെ ശക്തമായൊരു ഭരണം ഈ നാട്ടിലുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ, അത് ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല പുറമെയുള്ളവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് മൻമോഹൻ സിംഗിനെ പോലെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയല്ല, അല്ലെങ്കിൽ നരസിംഹറാവുവിനെ പോലെ, ദേവഗൗഡയെ പോലത്തെ ഒരു പ്രധാനമന്ത്രിയല്ല. ഇന്ദിരാഗാന്ധിയെപ്പോലെ കഴിവുള്ള, ശക്തി ഏത് സമയത്ത് വേണമെങ്കിൽ തെളിയിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ട്. ഇവിടെ ശക്തമായൊരു ഭരണകൂടമുണ്ട് എന്ന തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. നെഹ്റു അല്ല, വാജ്പേയിയും അല്ല. ഓക്കെ. വേറൊരു രീതിയിൽപ്പെട്ട ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ബലം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹത്തിന് അറിയാം. അത് പ്രയോഗിക്കാനായിട്ട് യാതൊരു മടിയുമില്ല. അത് എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ഈ ശക്തി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇവരൊക്കെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ സർക്കാരിൻ്റെ സമ്മർദ്ദം വളരെയധികം ചെലുത്തുന്നതായിട്ടും അത് വലിയൊരു പരിധിവരെ ഫലിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ശിഥിലമാണ്, അവർക്ക് ശക്തമായ നേതൃത്വമില്ല. ഇവരിടക്കിടയ്ക്ക് സംഘടിക്കാനും റീഗ്രൂപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതും ഒരു പരിധിക്കപ്പുറത്തേക്ക് വിജയിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ആദ്യത്തെ ഒരു പോയിന്റ്, ഭരണസ്ഥിരത എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഈ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും പുരോഗതി, പ്രതിരോധം, അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾ, ഇവയെല്ലാം എടുത്ത് നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും സ്ഥിരതയുള്ള ഒരു സർക്കാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ എണ്ണം BJP അല്ലെങ്കിൽ നേരിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റായി അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും വളരെ 3/4 ഭാഗവും അവരുടെ കൈകളിലാണ്. 72% ഇന്ത്യയുടെ ഭൂപ്രദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ BJPയുടെ കീഴിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ മോദി പ്രഭാവം മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ?
അതെ, കേരളത്തിൽ തമിഴ്നാട്ടിലുമാണ് ഇതുവരെ എത്താതിരുന്നത്. കേരളത്തിൽ പോലും അവർക്ക് 3 MLA-മാരുണ്ടായി. 3 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയല്ല. ഒരു പാർലമെൻറ്റ് അംഗമുണ്ടായി. നമ്മൾ ഈ വിഷയമൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അവരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഒരു പ്രാഭവം കേരളത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ടുള്ള വന്ദേ മാതരം പാടിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റത്. കുഞ്ഞാലിക്കുട്ടിയും PK ബഷീറും ഒക്കെ സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ ഈ തുർക്കി തൊപ്പി എടുക്കാൻ മറന്നുപോയതെന്ന് തോന്നുന്നുണ്ടോ ലിയോയ്ക്ക്? തുർക്കി തൊപ്പി മലപ്പുറത്ത് മറന്നു വച്ചിട്ട് വന്നതല്ല, അത് പാളയം മാർക്കറ്റിൽ കിട്ടാത്തതുകൊണ്ടുമല്ല. അത് ഉപേക്ഷിച്ചതെന്ന് വെച്ചാൽ അത് തന്നെ ഒരു സൂചനയാണ്. അപ്പോൾ ഇതുപോലുള്ള മാറ്റം എല്ലായിടത്തും കാണുന്നുണ്ട്. കേരളത്തിൽ പോലും അത് നമ്മൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അതുമാത്രമല്ല, പൊതുവേ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയുടെ പ്രസക്തി വർദ്ധിച്ചു. ഈ പാർട്ടി വളരെ ശക്തമാണ്. പിന്നെ അതിന് വലിയ സാമ്പത്തിക പിന്തുണയുണ്ട്, രാഷ്ട്രീയ പിന്തുണയുണ്ട്. ഉറച്ച സർക്കാർ എന്ന് പറഞ്ഞത് രാജീവ് ഗാന്ധിയുടെ ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ മോഡി വന്നപ്പോഴാണ് ഉണ്ടായത്. 1989 രാജീവ് ഗാന്ധി വാഴിച്ചൊഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് ആടി ഉലയുന്ന സർക്കാരുകളായിരുന്നു. VP സിംഗ്, ചന്ദ്രശേഖർ, പിന്നീട് നരസിംഹറാവു, അതിനുശേഷം വാജ്പേയിയുടെ 13 ദിവസ സർക്കാർ, അത് കഴിഞ്ഞ് ദേവഗൗഡ, അത് കഴിഞ്ഞ് ഗുജറാൾ, വീണ്ടും വാജ്പേയിയുടെ 13 മാസത്തെ സർക്കാർ, പിന്നീട് കഷ്ടിച്ച് ചൂടുറക്കാത്ത ഒരു സർക്കാർ 4 കൊല്ലം, പിന്നീട് 10 കൊല്ലം ഭൂരിപക്ഷം ഇല്ലാത്ത മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ, കൂട്ടുകക്ഷി സർക്കാർ. 2014 പിന്നെ BJP ഒറ്റക്കക്ഷി എന്ന രീതിയിൽ ഭൂരിപക്ഷത്തോടി വരുന്നു. ഘടകകക്ഷികളുടെ പ്രാധാന്യം കുറയുന്നു. 2019 വിജയം ആവർത്തിക്കുന്നു കൂടിയ ഭൂരിപക്ഷത്തോടെ. 2024 ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ പോലും സ്ഥിരതയുള്ള ഭരണം, ഘടകകക്ഷികൾ കൂറുമാറും, അപ്പോൾ സർക്കാർ വീഴുന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഘടകകക്ഷികളാരും തന്നെ അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചില്ല. ചന്ദ്രബാബു നായിഡുവിന് ആന്ധ്രയും നിതീഷ് കുമാറിന് ബീഹാറും പതിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ ഉരുക്കുമുഷ്ടി തന്നെ എത്തി. കേന്ദ്ര സർക്കാരിന് ഇന്ന ദിവസം വരെ യാതൊരു വെല്ലുവിളിയും ഉണ്ടായിട്ടില്ല. അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ പാസ്സാക്കി എടുക്കാൻ പറ്റി. ഇപ്പോൾ വന്നിട്ട് ഏറ്റവും അവസാനം ഏതാണ് നമ്മുടെ ഭരണഘടനാ ഭേദഗതി മാത്രമേ പാസ്സാക്കാൻ പറ്റാതെ പോയിട്ടുള്ളൂ. സുപ്രീം കോടതിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള വിധികളൊന്നും വന്നില്ല. ആകെ വന്നത് നമ്മുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ മാത്രമാണ് സർക്കാരിനെതിരായ ഒരു വിധി വന്നത്. ബാക്കി എല്ലായിടത്തും അയോധ്യ കേസിലടക്കം സർക്കാർ ആഗ്രഹിക്കുന്നതിലുള്ള വിധികളാണ് എല്ലായ്പ്പോഴും കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും അതുപോലെ തന്നെ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാ രംഗത്തും ഈ സർക്കാരിൻ്റെ പിടി മുറുകി എന്നുള്ളതാണ്. 10 കൊല്ലം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ടെത്തും, 12 കൊല്ലം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത് തമ്മിൽ കേവലം 2 കൊല്ലത്തിൻ്റെ വ്യത്യാസമല്ല. 2 പ്രധാനമന്ത്രിമാരും കൈയാളുന്ന അധികാരത്തിൻ്റെ വൈപുല്യം അത് വളരെ വ്യത്യസ്തമാണ്. 2 പ്രധാനമന്ത്രിയുടെ ഈ ഇടപെടലിൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ സർക്കാരുണ്ട് എന്ന് മാത്രമല്ല, ശക്തി നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിയോടാണ് ഇദ്ദേഹത്തെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത്. ആ നിലയിലേക്ക് മോഡി എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി തുടർച്ചയായി ഏറ്റവും അധികം നാൾ രാജ്യം ഭരിക്കുന്നത് അത് നരേന്ദ്രമോദിയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ആ വാക്ക് ഞാൻ വീണ്ടും പറയുകയാണ്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അങ്ങ് സൂചിപ്പിച്ച പോലെ, അതായത് ഭരണഘടനാ ഭേദഗതി, ആ ഒരു സ്വാതന്ത്ര്യം കൂടി കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന തരത്തിലേക്ക്, ആ ഒരു അധികാരം കൂടി കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന തരത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ബംഗാളിലേക്ക് നോക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആ തൃണമൂൽ തന്നെ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയല്ലേ. അതുമാത്രമല്ല, മൊത്തത്തിൽ ഈ ദേശീയ രാഷ്ട്രീയം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടായി. അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, നമ്മൾ പറഞ്ഞല്ലോ. അതെ. പക്ഷേ ഘടകകക്ഷികൾ, തെലുങ്ക് ദേശമാണെങ്കിലും അതുപോലെ ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിനോട് ഉറച്ചു. തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുക, ഹരിയാനയിൽ, അതുപോലെ ബീഹാറിലൊക്കെ എത്ര വലിയ വിജയമാണ് NDA കൂടാതെ. മഹാരാഷ്ട്ര കോൺഗ്രസ് ജയിക്കുന്നതാണ് അവർ വിചാരിച്ചു. NCP കോൺഗ്രസ് സഖ്യം നമ്മുടെ ഉദ്ധവ് താക്കറയുടെ മതേതര ശിവസേനയും കൂടി ചേർന്ന മുന്നണി വലിയ ഭൂരിപക്ഷം നേടും എന്നാണ് വിചാരിച്ചത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കായിരുന്നു മേൽക്കൈ ഉണ്ടായത്. പക്ഷേ അവിടെയും BJP വല്ലാതെ ഇരച്ചു കയറിയെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം കൂടി അവർ കരസ്ഥമാക്കി. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള മുന്നേറ്റം നടത്താൻ അവർക്ക് സാധിച്ചു. പിന്നെ ആന്ധ്രയിൽ നിലവിൽ തന്നെ അവർ കൂടുന്ന ഒരു
സഖ്യകക്ഷി സർക്കാരാണ് ഉള്ളത്. ഒഡീഷയിൽ അവർ ഭരണം പിടിച്ചു. അതൊന്നും ബി ജെ പിക്ക് കിടന്നു കയറാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. 20-25 കൊല്ലത്തോളം ഒഡീഷ ഭരിച്ച ബിജു പട്നായിക്ക് അപ്രസക്തനായി. ആ സ്ഥാനത്തേക്ക് കൂടി ബി ജെ പി വന്നു. അതുപോലെ ബംഗാൾ മമതാ ബാനർജി ശക്തമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. 15 കൊല്ലം തികച്ച മമതാ ബാനർജിയെയും ജനങ്ങൾ തിരസ്കരിച്ചു. ആസാമിൽ ബി ജെ പിയുടെ ഭരണം വീണ്ടും ഉറച്ചു. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് അവർ ജയിച്ചത്. 100-ലധികം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചു. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ 18 MLA ജയിച്ചതിൽ 17 പേര് മുസ്ലിങ്ങളാണ്, ഒരാളേ ഉള്ളൂ ഹിന്ദുവായിട്ട്. അപ്പോൾ അത് നൽകുന്നൊരു ചിത്രമുണ്ട്. അതിഭയാനകമായ സാമുദായിക ധ്രുവീകരണമുണ്ടായി. ആസാമിലുണ്ടായി, ബംഗാളിലുണ്ടായി. ബംഗാളിൽ ഏതാണ്ട് 30% മുസ്ലിങ്ങളാണ്. വോട്ടർമാരുടെ എണ്ണത്തിൽ തന്നെ 28-29% മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് പോലും അവിടെ ഹിന്ദുക്കളുടെ ഭയങ്കരമായ ഏകീകരണം ഉണ്ടായി. നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയില്ല. അതുപോലെ നമോ ശൂദ്രർ എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗക്കാർ മുതൽക്ക് സവർണരായിട്ടുള്ള കായസ്ഥരും ബ്രാഹ്മണരും വരെ ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി കൂട്ടി. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ അട്ടിമറി അതിലും ഭയങ്കരമാണ്. ബംഗാളിലെ തൃണമൂലിൻ്റെ നിയമസഭാ കക്ഷി നെടുകെ പിളർന്നു. ബഹുഭൂരിപക്ഷം പേർ, 60ഓളം പേർ വിമതപക്ഷത്ത്, 20 പേർ മാത്രം മമതാ ബാനർജിയെ പിന്താക്കും. പാർലമെൻറ്റ് അംഗങ്ങളായിരുന്നു അതിനെ സംഭവിക്കുന്നു. രാജ്യസഭാ അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് രാജിവെക്കും. കാരണം രാജിവെച്ച് അവർക്ക് ധൈര്യമായിട്ട് വീണ്ടും ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതുകൊണ്ട്. അവർക്ക് മറ്റവരെ പോലെ ഇലക്ഷൻ കിട്ടില്ല. ലോക്സഭയിൽ അങ്ങനെയല്ല. അവർ ഭൂരിപക്ഷം മെമ്പർമാർ ചേർന്ന് കൂറുമാറ്റ നിരോധനത്തെ പോലും മറികടന്ന് അവർ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തീരുമാനിക്കും. അതും മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ, അവർ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോകുന്ന ആളുകൾ, യൂസഫ് പട്ടാനെ പോലെ, അല്ലെങ്കിൽ കാഗോളി ഘോഷിനെ പോലെ ഒരു യുവ താരമുണ്ട്. ഈ നമ്മുടെ മനോരമ പത്രക്കാർ ഇലക്ഷൻ സമയത്ത് എഴുതിയിരുന്നു, മമതാ ബാനർജിയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും കഴിഞ്ഞാൽ പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ താരം സായോനി ഘോഷ് എന്ന് പറഞ്ഞ ഒരു ധീരവനിത, 33 വയസ്സുള്ളവർ, പാട്ടുകാരിയുമാണ്, സിനിമാ താരവുമാണ്, രാഷ്ട്രീയത്തിലെ ഒരു വലിയ താരമാണ്, തീപ്പൊരി പ്രസംഗികയാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ബി ജെ പിക്കെതിരെ എത്ര വലിയ പ്രസംഗങ്ങൾ നടത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇവിടെ മമതാ ബാനർജി തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ഇത് വോട്ട് ചോരിയാണ്, സ്റ്റോളൻ വെർഡിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. വൺ ഫൈൻ മോർണിംഗിൽ അവർ മമതാ ബാനർജിയെ തള്ളിപ്പറഞ്ഞു, വിമത ഭാഗത്ത് നിൽക്കുക. അപ്പോൾ ഇത്ര വലിയ അട്ടിമറി നടക്കുകയാണ് പാർലമെൻറ്റിൽ. അപ്പോൾ പാർലമെൻറ്റിൽ ഏതാണ്ട് 20ഓളം മെമ്പർമാർ ബി ജെ പിയുടെ ഭാഗത്തേക്ക് വരികയാണ്. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ ആം ആദ്മി പാർട്ടിയിൽ സംഭവിച്ചത്. അവിടെ രാജ്യസഭാംഗങ്ങളിൽ 7 പേർ കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടന്നുകൊണ്ട് കൂറുമാറി. ഇനി ഇത് തന്നെ ഉടനെ ഉദ്ധവ് താക്കറയുടെ ശിവസേനകൾ സംഭവിക്കുന്നു. ആ പാർട്ടിയിൽ ഭൂരിപക്ഷം എം പിമാർ ബി ജെ പിയുമായിട്ട് സഹകരിക്കുന്ന രീതിയിൽ പിളർപ്പുണ്ടാക്കാൻ നിൽക്കുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയും, ഈ പ്രതിപക്ഷ ഐക്യ മുന്നണിക്കകത്ത് സ്വന്തമായിട്ട് അവർ സൃഷ്ടിക്കുന്ന തലവേദനയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടി DMK-യുമായിട്ട് വഴിപിരിക്കും. DMK-ക്ക് എത്ര എം പിമാരുണ്ട്? അവർ കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മുന്നണിക്ക് പ്രസക്തിയുണ്ട്. ഉദാഹരണത്തിന് 2 മുന്നണിയില്ലാത്ത നോൺ കമ്മിറ്റഡായിട്ടുള്ള എം പിമാരുണ്ട്. ഈ YSR കോൺഗ്രസ് പോലെ, അല്ലെങ്കിൽ ബിജു ജനതാദൾ പോലെ, ഈ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ DMK പോലെ, അവരെല്ലാം കൂടി ഒരു മുന്നണിയായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു ഒറ്റക്കൊറ്റയ്ക്ക് ബി ജെ പിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ തത്വാധിഷ്ഠിത പിന്തുണ കൊടുക്കാം. ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. തമിഴ്നാട്ടിൽ DMK BJP പാളയത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നതാണ് കേൾക്കുന്നത് സാർ. അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനി BJP പാളയത്തിലേക്ക് പോയില്ല എന്ന് വിചാരിക്കും. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് പോകുന്നല്ലോ. കോൺഗ്രസിനെയും ഇതുവരെ സഖ്യകക്ഷികളായിരുന്ന തിരുമാളവൻ്റെ VCKയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും CPIയും CPM-നെയും സ്റ്റാലിൻ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാലിനെ അവരും തള്ളിപ്പറഞ്ഞു. ഇനി അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള സമ്പർക്കവും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ DMK-ക്ക് ഇനി വേണമെങ്കിൽ BJP പാളയത്തിലേക്ക് പോകാനും തടസ്സമൊന്നുമില്ല. നേരത്തെ പോയിട്ടുണ്ട്. അതെ, 1999 വാജ്പേയിയുടെ 2ാമത്തെ മന്ത്രിസഭ വീണിട്ട് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇവർ അദ്ദേഹത്തിനൂടെ ചേർന്ന് മത്സരിച്ച് ജയിച്ചു. ആ കേന്ദ്രത്തിൽ DMK-ക്കാർ മന്ത്രിമാരായി. ഇതൊക്കെ ഇനി സംഭവിക്കാവുന്നതേ ഉള്ളൂ. മുത്തുവേൽ കരുണാനിധിക്ക് ഇല്ലാത്ത ആയിത്തൊന്നും
മകൻ സ്റ്റാലിന് BJPയോട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ സംഗതി രാഷ്ട്രീയ വിശകലനം നടത്താനായിട്ട്. അങ്ങനെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് BJP പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കും. മോഡിയുടെ പ്രതിച്ഛായ ഉത്തരോത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തത്തുല്യമായിട്ട് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണേറ്റായിട്ട് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തകർന്നു. പ്രതിപക്ഷ പാർട്ടികൾ പൊതുവേ തന്നെ ദുർബലമാകും. സ്റ്റാലിനെ പോലെ DMK പോലെ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ അവരുടെ പ്രസക്തി തന്നെ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. മറ്റൊന്ന്, BJP അതിപ്പോൾ മോദിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള അവരോധം അതിനുശേഷം BJPയുടെ വളർച്ച വളരെ വേഗത്തിലാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവരുടെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ദേശീയ നേതൃത്വം വളരെ ശക്തമാണ്. മോദി, അമിത്ഷാ ഈ ദ്വയം തന്ത്രങ്ങൾ മെനഞ്ഞ് നടപ്പാക്കുന്നതിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നല്ല നേതാക്കളുടെ നിരയെ വാർത്തെടുക്കുവാനും അവർക്ക് സാധിക്കുന്നു. മറുവശത്ത് അത് കഴിയുന്നുമില്ല. ഇത് ഒരു വലിയ അന്തരം തന്നെ സൃഷ്ടിക്കുന്നില്ലേ സർ? അല്ല, അത് പണ്ട് മുതലേ ഈ BJPയുടെ സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് വളരെ ശക്തമാണ്. വാജ്പേയി, അദ്വാനിയും ജോഷി ടീമുള്ള സമയത്ത് തന്നെ രണ്ടാം നിരയിൽ പ്രമോദ് മഹാജൻ, അല്ലെങ്കിൽ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, ഗോപിനാഥ് മുണ്ടെ, അർജുൻ മുണ്ടെ, അതുപോലെ ജുവൽ ഒറാം, ഇങ്ങനെ ശക്തരായ നേതാക്കന്മാർ ഒരു മധ്യവയസ്സിലേക്ക് എത്തുന്ന, യുവത്വം കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് എത്തുന്ന നേതാക്കന്മാരുടെ ഒരു വലിയ നിരയുണ്ട്. ഉമാഭാരതിയൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. മനോഹർ പരീക്കർ ഉണ്ടായിരുന്നു. ഇവർ ചിലരൊക്കെ മരിച്ചുപോയി, മറ്റുള്ളവർ ഒക്കെ പല വിധത്തിൽ കഴിഞ്ഞു പോയി. അതിലൊന്നും പെടാത്ത ആളായിരുന്നു നരേന്ദ്രമോദി. അവിടെ നിന്ന് അദ്ദേഹം ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്നതാണ്. ഇപ്പോഴും BJPക്ക് രണ്ടാം നേതൃത്വത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ല നേതാക്കന്മാർ ഓരോ സംസ്ഥാനത്തുമുണ്ട്. കേരളത്തിൽ പോലും എടുത്തു പറയാവുന്ന യുവ നേതാക്കളുണ്ട്. നമ്മൾ ഷോൺ ജോർജിനെ പോലെ അല്ലെങ്കിൽ അനൂപ് ആൻ്റണിയെ പോലെ ഉള്ള ആളുകളുണ്ട്. അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അവരതിന് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ കണ്ടെത്തി അവരുടെ സാമൂഹികവും സാമുദായികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു വൈഭവം മുൻനിർത്തിയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യവും ശ്രദ്ധേയമാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും എതിരാളികൾ പോലും BJP അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ തന്നെ സുവേന്ദു അധികാരിയെ പഴയ CPMൻ്റെ നേതാക്കളും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പറയുന്നത് അവർ വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ, വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പാലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാക്ക് പാലിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് കൂടി അവർക്കില്ലേ? അത് ആ തരത്തിലേക്ക് നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്ന ഒരു കാര്യം കൂടി ശ്രദ്ധേയമല്ലേ? അല്ല, ഈ വാക്ക് പാലിക്കാന്ന് വെച്ചാൽ അവരുടെ ചില പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടകളുണ്ട്. ഉദാഹരണത്തിന് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുക, ഏക സിവിൽ കോഡ് നടപ്പാക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതവർ വളരെ ശുഷ്കാന്തിയോട് ചെയ്യുന്നുണ്ട്. പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ അവർക്ക് വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വ്യവസായികൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ കൊടുക്കുക, വ്യവസായ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുക, അതുവഴിക്ക് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. അതും അവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം കിട്ടുന്നുള്ള വേറെ ചോദ്യമാണ്. അതിന് അവർ മറ്റു തരത്തിലുള്ള ചില വിദ്യകൾ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടായ ഒരാളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ദീർഘകാലം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് വ്യാപം എന്നൊക്കെ പറഞ്ഞ വലിയ അഴിമതി കേസുകൾ പുറത്തു വന്നു. അതെ അതെ അതൊക്കെ സർക്കാരിനും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പ്രതിച്ഛായക്ക് വലിയ കളങ്കം സൃഷ്ടിച്ച കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം നിസ്സാരമായിട്ട് തന്നെ മറികടന്നു. എങ്ങനെ വെച്ചാൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ സ്ത്രീകൾക്ക് പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു. അദ്ദേഹം മാമാജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ ആരാധിച്ചു, അദ്ദേഹത്തെ ബഹുമാനിച്ചു, ആദരിച്ചു. അങ്ങനെ ആ തരത്തിലുള്ള പെൻഷനുകൾ കൊണ്ടും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ നഷ്ടപ്പെട്ട ജനങ്ങളിൽ അകന്നു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അവസാനം മാമാജി അല്ല മറ്റൊരാളാണ് മുഖ്യമന്ത്രി തെരഞ്ഞപ്പോൾ ഈ ഇതിൻ്റെ ഗുണഭോക്താക്കളായ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഞാനാക്കി പറഞ്ഞതല്ല, ഹിന്ദു പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. ഹിന്ദുവിൽ നിന്ന് നമുക്ക് വിശ്വസിക്കല്ലാതെ മാർഗ്ഗമില്ലല്ലോ. മാമാജി അല്ല മുഖ്യമന്ത്രി, വേറൊരാളാണ് എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയെന്നുള്ള വേറെ കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള പ്രാദേശിക നേതാക്കൾ, ഭാവനാപൂർണ്ണമായ പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ഇവരുടെ പ്രാദേശിക നേതാക്കൾ. അതാണ് വ്യത്യാസം. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഹിന്ദുത്വ എന്നുള്ള ഒരു അജണ്ട, ഓക്കെ, അങ്ങനെ ഒരു വിഷയം അവർക്ക് മുന്നിലുണ്ട്, അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ
ഈ ന്യൂനപക്ഷങ്ങളെയും ഒപ്പം നിർത്താനുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രതിപക്ഷത്തിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. അല്ല, ന്യൂനപക്ഷങ്ങളോടുള്ള അവരുടെ സമീപനത്തെ സംബന്ധിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനോ സിഖ് ന്യൂനപക്ഷത്തിനോ അങ്ങനെ അത്ര വലിയ ഭീഷണി ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ ഈ ബജരംഗ് ദളുകാരും അല്ലെങ്കിൽ RSSകാരും ഒക്കെ ആക്രമിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. വൈദികർക്ക് നേരെയുള്ള ആക്രമണം, ചിലപ്പോൾ പള്ളികൾക്ക് നേരെയുള്ളതൊക്കെ ഉണ്ടാവും. അതൊന്നും അങ്ങനെ പാർട്ടി മുൻകൈയെടുത്ത് ചെയ്യിക്കുന്നതല്ല. ചില ഹൂളിഗൻസ് ഇതിനിടയ്ക്ക് കിട്ടുന്ന അവസരം മുതലാക്കുന്നതാണ്. അതിൽ കവിഞ്ഞ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നോക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ആദിവാസി മേഖലയിലൊക്കെ BJP ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. RSSൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുന്നു, മിഷണറിമാരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇതൊക്കെ അവർക്ക് പരാതിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ജനിച്ച ആളുകൾക്ക് ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം മറ്റു തരത്തിൽ വിവേചനം നേരിടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തന്നെയാണ് സിഖുകാരുടെ കാര്യത്തിൽ. അവരുടെ കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി കരുതലുള്ളവരാണ്. കാരണം ഇവർ വിഘടനവാദവും വിഭജനവാദവും ഒക്കെ അടുത്ത ഘട്ടത്തിൽ ഉന്നയിക്കാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് മറിച്ച് സാധാരണക്കാരുടെ കാര്യത്തിൽ BJP അവരുടെ സാധാരണ രീതി തന്നെയാണ് അനുവർത്തിക്കുക. പിന്നെ മുസ്ലിങ്ങളെ ഏതാണ്ട് എല്ലായ്പ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് BJP പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാജ്പേയിയുടെ അദ്വാനിയുടെയും കാലത്തും ഹിന്ദുത്വമായിരുന്നു പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുമ്പോൾ തന്നെ മോഡിയാവുമ്പോഴേക്കും, മോഡി അമിത്ഷാ ടീമിൻ്റെ കാലമാകുമ്പോഴത്തേക്കും അതൊരു മുസ്ലിം വിരുദ്ധ നയം, ഹിന്ദുത്വത്തിൻ്റെ പോസിറ്റീവ് സൈഡല്ല അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് കൂടുതൽ പ്രകടമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തൊരു വ്യത്യാസം എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ മറുവശത്തേക്ക് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി നേരിടുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക, ഒപ്പം തന്നെ ഓരോ സഖ്യകക്ഷിയെയും കരുത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ പ്രചോദിപ്പിക്കുക. പണ്ട് സോണിയാഗാന്ധി അത് വളരെ ഭംഗിയായി ചെയ്തിരുന്നു, എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ. രാഹുൽ ഗാന്ധിക്ക് അത് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ വിജയം കൈവരിക്കേണ്ടിയിരിക്കുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കുമെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുവാൻ, അല്ലേ? അത് തീർച്ചയായിട്ടും വേണ്ടി വരും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ഒക്കെ ഒരു പരിധിവരെ വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏതാണ്ട് 99-100 സീറ്റ് വരെ നേടാൻ കഴിഞ്ഞത്. പക്ഷേ അതിന് ശേഷം ഒരു ഇറക്കമാണ്, ഒരു ഡിക്ലൈനാണ്. ഹരിയാനയിൽ ഭരണം പിടിക്കാൻ പറ്റിയില്ല, മഹാരാഷ്ട്രയിൽ പറ്റിയില്ല, ബീഹാറിൽ ദയനീയമായിട്ട് പരാജയപ്പെട്ടു, ബംഗാളിൽ 2 സീറ്റാണ് ജയിക്കാൻ പറ്റിയത്. ആസാം അവരൊരു കോട്ടയായിരുന്നു, സ്ഥിരമായിട്ട് ഭരിക്കുന്നത് സംസ്ഥാനമാണ്, അവിടെയും വലിയ തിരിച്ചടിയുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അങ്ങനെ അതിൻ്റെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വപരമായിട്ടുള്ള പാപ്പരത്വത്തെക്കുറിച്ച് പ്രസിദ്ധ ചരിത്രകാരനായ രാമേന്ദ്ര ഗുഹ എഴുതിയ ലേഖനം, അത് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അദ്ദേഹം എണ്ണിപ്പെണ്ണി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിക്ക് വന്ന പോരായ്മ എന്തൊക്കെയാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല, ഇങ്ങനെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന വിഷയം. സർ, അങ്ങനെ വരുമ്പോൾ ദുർബലമായ പ്രതിപക്ഷം കരുത്തോടെ മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയും കൂട്ടരും വരുന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കുമോ നമുക്ക് കാണേണ്ടി വരിക? നമ്മൾ ഈ സമയത്ത് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. മാത്രവുമല്ല, ഈ രാഷ്ട്രീയത്തിൽ അജയ്യത എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഇപ്പോൾ 10 കൊല്ലം നരേന്ദ്രമോദി ജയിച്ചു നിൽക്കുന്നു, 12ാമത്തെ കൊല്ലത്തിൽ ജയിച്ചു നിൽക്കുന്നു എന്ന് വെച്ച് 15ാമത്തെ കൊല്ലത്തിനും അദ്ദേഹം തന്നെ ജയിച്ചു നിൽക്കണം നമുക്ക് പറയാൻ പറ്റില്ല. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാം, രാഷ്ട്രീയ വീക്ഷണത്തിൽ മാറ്റം വരാം. ജനം എന്ന് പറഞ്ഞാൽ വളരെ ദുർവാസാവ് മഹർഷിയെ പോലെ ക്ഷിപ്ര കോപിയും ക്ഷിപ്ര പ്രസാദിയുമാണ്. ജനം എപ്പോഴാണ് പ്രസാദിക്കുക, എപ്പോഴാണ് കോപിക്കുക എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല 3 കൊല്ലമുണ്ട് ഇനി തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കാം നമുക്ക്. ജാർഖണ്ഡിൽ എന്ത് സംഭവിക്കും, അത് കഴിഞ്ഞ് UP യിൽ എന്ത് സംഭവിക്കും, അതൊക്കെ വളരെ പ്രധാനമാണ്. പിന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇവരെന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് 3-2 ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രതിപക്ഷത്ത് നിന്ന് വോട്ടുകളെ ആകർഷിക്കാനായിട്ട് എത്തിച്ച് 1 നേഷൻ 1 ഇലക്ഷൻ അത് പ്രാവർത്തികമാക്കും, അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. മാത്രവുമല്ല, ഈ ആളുകളുടെ അഭിപ്രായം വളരെ പെട്ടെന്ന് മാറും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തുള്ള ഒരു വികാരമായിരിക്കില്ല വോട്ട് ചെയ്യുന്ന സമയത്തും ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിമിതികളും പരാധീനതകളും ഉണ്ട്. ഞാനതുകൊണ്ടൊരു പ്രവചനത്തിന് മുതിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 3 കൊല്ലം കഴിഞ്ഞ് നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് വിജയം അവകാശപ്പെടാൻ കഴിയും പ്രതിപക്ഷത്തിൽ. മറ്റൊരു കാര്യം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയത്തെക്കുറിച്ചാണ്. അത് തുടക്കത്തിൽ വിമർശന വിധേയമായി, പക്ഷേ പിന്നീട് അതിൻ്റെ ഗുണഫലം ഇന്ത്യക്ക് കിട്ടിത്തുടങ്ങി എന്നുള്ള ഒരു നിരീക്ഷണം വന്നു. അങ്ങും അതിനോട് യോജിക്കുന്നുണ്ടോ? അല്ല, ഈ വിദേശ നയത്തെക്കുറിച്ചൊക്കെ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം ഇതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് ഒരുപാട് താമസിക്കും.
അത് പലതരത്തിലാണ്. ഒന്നാമത് ഈ പ്രതിരോധ കരാറുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുങ്ങിക്കപ്പൽ കിട്ടുന്നത്, അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കുന്നത്, പാറ്റൻ ടാങ്കുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്നത് സർക്കാർ അതിൻ്റെ പരമാവധി കൂടിയാലോചന നടത്തിയിട്ട് കോസ്റ്റ് എഫിഷ്യൻസി കൂടി നോക്കിയിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് മേടിക്കുക ചെയ്യും. അപ്പോൾ ആ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അതുപോലെ ഓരോ കാര്യത്തിലും, മുങ്ങിക്കപ്പലാണെങ്കിലും ശരിയാണ്, പാറ്റൻ ടാങ്കാണെങ്കിലും ശരിയാണ്, ഓരോ കാര്യത്തിലും ഇതുപോലുള്ള നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ലാഭം നോക്കിയിട്ടല്ലോ ചെയ്യും. കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അടുത്ത നടപടിയിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തൊരു നേതൃത്വം എന്ന കൂടി ഒരു പേര് നേടിയെടുക്കാൻ സാധിച്ചെന്ന് തോന്നുന്നു. സൈനികർക്കൊക്കെ അതൊരു ഊർജം പകരുന്നൊരു കാര്യമായി മാറിയെന്ന് തോന്നുന്നു. അതെ, പല വിധത്തിലുള്ള അഭ്യാസങ്ങളും അടവുകളൊക്കെ ഇവർ കാലാകാലങ്ങളിൽ ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുമല്ലോ. അതൊക്കെ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു നേർചിത്രമാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. നല്ല MLA-മാർ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങാമെന്ന് ലിയോയ്ക്കറിയാമോ? അവർ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച സമയത്ത് തൊട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലുള്ള പ്രവർത്തനം ആരംഭിക്കും. അതെ, അതുകൊണ്ടാണ് പല സിറ്റിംഗ് MLA-മാരും മണ്ഡലത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് ഫെവിക്കോളോ ചൂട്ടിച്ച പോലെ തുടരുന്നു. കറക്റ്റ്. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്, പലതും നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുകയില്ല. അതിനൊക്കെ വലിയ ശക്തമായ അടിയൊഴുക്ക് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊരു കാര്യം, RSS എന്ന് പറയുന്നത് BJP-യുടെ ഒരു വളർച്ചയ്ക്ക് അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദിയും RSS നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? നരേന്ദ്രമോദി നല്ല പവൻ മാറ്റ് RSS-കാരനാണ്. RSS-കാർക്ക് നിഷേധിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹം RSS പ്രചാരകനായിട്ടാണ് പൊതുജീവിതം ആരംഭിക്കുന്നത്. പിന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും അതിന് ശേഷം പുള്ളി തപാൽ മാർഗ്ഗം എഴുതി പാസ്സായതാണ്. അതാണ് പുള്ളിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ. ഞാൻ പറഞ്ഞത് ഏതാണ്ട് 15-ാം വയസ്സിൽ വീട് വിട്ടുപോയി RSS പ്രചാരകനായി മാറിയ ആളാണ് മോഡി. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം ആളായിട്ടാണ് RSS നേതൃത്വവും കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇത്ര അനിയന്ത്രിതമായ അധികാരം കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രധാന കാര്യങ്ങളൊക്കെ വരുമ്പോൾ RSS നേതൃത്വമായിട്ട് കൂടിയാലോചന നടത്തണം അദ്ദേഹം നിർബന്ധിതനാവും. അതിൽ ആ ഒരു സംശയം വേണ്ട. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ എത്ര പേർ OBC മുഖ്യമന്ത്രിമാരുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ചോദിച്ചിരുന്നു, ദളിതുണ്ടോ എന്ന്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ദളിത് വിഭാഗത്തിൽ നിന്നുള്ളത്, OBC വിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുണ്ട്. അതുപോലെ ഉപരാഷ്ട്രപതിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാനും സംസ്ഥാനങ്ങളും അവർക്ക് ഭരണ നേതൃത്വത്തിൽ OBC-കാരെയും മറ്റും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, ദളിതരെയും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതും ഒരു രാഷ്ട്രീയ തന്ത്രമാണോ അതോ സ്വാഭാവികമായി BJP-യുടെ നേതൃത്വത്തിലേക്ക് അവരൊക്കെ കടന്നു വന്നതായിട്ടാണോ അങ്ങ് കാണുന്നത്? അല്ലാതെ മിക്കവാറും ഒരു തന്ത്രമാണ്. ഇപ്പോൾ UP-യിൽ ആദ്യമായിട്ട് BJP-ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവിടെ സീനിയറായിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയായ ആൾ മുതൽക്കുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു പിന്നാക്ക സമുദായക്കാരനെ, ആ പിന്നാക്ക സമുദായത്തിൽ തന്നെ പിന്നാക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൻ്റെ പ്രതിയായിട്ടാണ് കല്യാൺ സിംഗിനെ കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമോ അവർ? ഓരോ സംസ്ഥാനത്തും ഇപ്പോൾ മധ്യപ്രദേശിൽ യാദവന്മാർ താരതമ്യേന കുറവാണ്. പക്ഷേ ഒരു യാദവനെയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വരാൻ പോകുന്ന UP-യിലും ബീഹാറിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് യാദവന്മാരുടെ വോട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഒരു യാദവനെ ഫീൽഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ വോട്ട് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യുന്നതിൽ ഇവർ അദ്വിതീയരാണ്. ഒരു മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളല്ല, നേരെ മറിച്ച് അയാളിൽ നിന്ന് പാർട്ടി ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി എന്താണ് അത് ഫലപ്രദമായിട്ട് ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. അതാണ് ആ ഒരു മൂഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിലവിലെ ദേശീയ രാഷ്ട്രീയത്തെ കൃത്യമായി തന്നെ വിവരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും അവസരം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി ഇപ്പോൾ വളരെ ശക്തനായി മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ പാറ്റാ പാർട്ടി പോലെയുള്ള സംഭവങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഇനി അത്തരത്തിലുള്ള യുവാക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു 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 അപ്രൈസിങ് അതിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നിലവിലെ പാർട്ടികൾക്ക് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്നില്ല നരേന്ദ്രമോദിക്ക്. പക്ഷേ പുതിയ ഏതെങ്കിലും ഒരു സംവിധാനം അത് സംഘടനാ രൂപത്തിലോ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലോ ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
അത് വരാനുള്ള സാധ്യതയുണ്ട്. അത് പാറ്റ പാർട്ടിയായിട്ടാണോ പൂച്ച പാർട്ടിയായിട്ടാണോ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് 12 വർഷം പൂർത്തീകരിച്ച ഒരു സർക്കാർ, അതിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഒരു വിരക്തി, അല്ലെങ്കിൽ ഇത് സർക്കാർ പോകണം, നല്ലൊരു സർക്കാർ വരണം എന്നൊരു തോന്നൽ ഉണ്ടാകും. പിന്നെ BJPക്കാർ അതിസമർത്ഥരായതുകൊണ്ട് അതിനെ ഒരു വലിയ തോതിൽ അതിനെ വഴിതിരിച്ച് വിടുകയും ഇവർക്ക് അന്യത കിട്ടുമായിരുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കുകയും ചെയ്താണ് ഓരോ തെരഞ്ഞെടുപ്പും അവർ ജയിക്കുന്നത്. അത് രാജ്യത്തെ ജനസംഖ്യയുടെ എത്രയോ ചെറിയ പെർസെൻറ്റേജാണ് BJPക്കാർക്കുള്ളത്. പക്ഷേ അതിനേക്കാൾ എത്രയോ കൂടിയ ഭൂപ്രദേശങ്ങളാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് തമ്മിലൊരു വലിയ പൊരുത്തക്കേടുണ്ട്. അപ്പോൾ സർക്കാരിനോടുള്ള അതൃപ്തി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ മതിയാവും. ആ അതൃപ്തിയെ വെന്റിലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെടുമ്പോൾ ഈ പാറ്റ പാർട്ടി പോലുള്ള പാർട്ടികൾ വരും, അല്ലെങ്കിൽ പൂച്ച പാർട്ടി വരും, അല്ലെങ്കിൽ അണ്ണാ ഹസാരെ പോലുള്ള ഗാന്ധിയന്മാർ വന്നിട്ട് സത്യാഗ്രഹം നടത്തും. അപ്പോൾ അതിനൊക്കെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടും. ഇങ്ങനെയാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ഉള്ള മാറ്റങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാവും. പക്ഷേ ഏറ്റവും അവസാനം ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഗുണം കിട്ടും ആർക്ക് കിട്ടും? പാറ്റ പാർട്ടിക്കായിരിക്കില്ല കിട്ടുക, ഓക്കെ, പൂച്ച പാർട്ടിക്കായിരിക്കില്ല കിട്ടുന്നത്, ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിരിക്കും. അണ്ണാ ഹസാരെ വന്ന പോലെ തന്നെ. അതെ. ഈ കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു കാരണമായി എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ സർ? അല്ല, കേരളത്തിലടക്കം നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ആ മോഡിക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിക്കുന്ന, മോഡിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന, മോഡിക്കല്ലാതെ മറ്റാർക്കും ഇല്ല എന്ന് അവർ വിചാരിക്കുന്ന ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. ആ ഗുണഗണങ്ങൾ മുൻനിർത്തിയാണ് ഇവർ മോഡിക്കും BJPക്കും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ബൈൻഡിങ് ഉണ്ടാവും എന്നുള്ളതിൽ ആ ഒരു സംശയം വേണ്ട. ഓക്കെ, എന്തായാലും മോദി ബ്രാൻഡ് അത് തള്ളിക്കളയാനാകാത്ത ഒന്നായി ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നിരിക്കുന്നു. പ്രതിപക്ഷം ശിഥിലമായിക്കൊണ്ടിരിക്കുമ്പോൾ BJP ഈ ബ്രാൻഡിൻ്റെ ബലത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ശക്തമായ നേതൃനിരകളെ അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ ഭീഷണിയായി ഉയർന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ചോദ്യം എങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കൂട്ടരെയും എതിർത്ത് തോൽപ്പിക്കാം എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണേണ്ടതാണ് എത്രത്തോളം കരുത്താർജിക്കാൻ അവർക്ക് സാധിക്കും. രാഷ്ട്രീയമാണ് നമുക്ക് പ്രവചനം അസാധ്യമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയും ചെയ്തിരിക്കുകയാണ്. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.